പൈലറ്റ്സിനെ കാണണമെങ്കിലേ അങ്ങ് ഗേറ്റിന് പുറത്ത് വെച്ച് കണ്ടോണം. നിന്നെ പോലെയുള്ള ബ്രോക്കർമാർക്കും വായി നോക്കിയേക്കും കയറി ഇറങ്ങി നിരങ്ങാനുള്ള സ്ഥലമല്ല ഈ ഹിൽവാലി ക്ലബ്ബ്. ഇതിന്റെ മുറ്റത്ത് കാലുകുത്തണമെങ്കിൽ ആദ്യം ഈ ക്ലബ്ബിൽ അംഗമാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബിൽ അംഗമായിരിക്കണം. അംഗമാണ് സാർ. എവിടാ? ഞങ്ങളുടെ വീടിനടുത്തുള്ള ജവഹർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൽ അംഗമാണ് സാർ ഞാൻ. ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും പ്ലാന്റേഴ്സിനും വേണ്ടിയുള്ള ക്ലബ്ബായത്. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, ഇതിനകത്ത് മുണ്ടുടുത്തോണ്ട് കയറാൻ പാടില്ല. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് സാറിനെ പോലെ വലിയൊരു അണ്ടർവെയർ ഇട്ടോണ്ട് വരാം. ഞാൻ പോയേക്കാം സാറേ. വാ കീറിയ ദൈവം വയറ്റിനും തരാതിരിക്കത്തില്ല. അണ്ടർവെയർ സംസ്കാരം. പൈലറ്റ് സാറന്മാരെ, വെങ്കടി സാറ് നിങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. എന്ത് നല്ല കിളുന്ന് പെമ്പിള്ളേരുണ്ട്, താല്പര്യമുണ്ടെന്നറിയാം, ഉടൻ ബന്ധപ്പെടുക. ബ്രോക്കർ ദിനകരൻ. റബ്ബറിനേക്കാൾ വില കുറഞ്ഞ ഇവിടുത്തെ മനുഷ്യർക്ക്. അല്ല, ഈ വെങ്കടി എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പെമ്പിള്ളേരെ തപ്പി നടക്കുന്നവരാണെന്നോ? വെങ്കടി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇത് വായിച്ചില്ലേ മനുഷ്യ? വെങ്കടി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പട്ടാ പകലൊരു ബ്രോക്കർ ഇങ്ങനൊരു കത്തെഴുതിയിടുവോ? ഓ, ഈ നാട് ഇത്രയും നശിച്ചു ഒന്നാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഓ, പാവ സ്ത്രീകൾ ചിലപ്പോ പട്ടിണി കാരണമായിരിക്കാം. എന്നാലും ബോബി, നമ്മൾ ഈ നാട് നന്നാക്കിയിട്ടേ ഇവിടുന്ന് പോകും. നമ്മള് വേണ്ട, നമ്മൾ മാത്രം മതി. പക്ഷെ ഒരു കാര്യം, തുരിശടി കഴിഞ്ഞ് എന്റെ കണക്ക് തീർത്ത് എന്നെ പറഞ്ഞ് വിട്ടിട്ട് മതി നാട് നന്നാക്കൽ. അതല്ല അതിന് മുമ്പാണ് നന്നാക്കൽ പരിപാടിയെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിടും. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ. ഞാൻ തെണ്ടി ബ്രോക്കർ എന്ന് കണ്ടിട്ട് വരാം. ദേ റോബി, ഞാൻ വോൺ ചെയ്യാണ്, വേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. ഇതിലൊക്കെ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ തല? എങ്കിൽ കൊണ്ട് ചെല്ല്. മറ്റേ പൈലറ്റ് സാറെന്തി സാറേ? എന്താ, ഞാൻ പോരുന്നുണ്ടോ? അല്ല, രണ്ട് സാറന്മാരെ ഉദ്ദേശിച്ചാണ് ഞാൻ. അയാളെ ഇതിനൊന്നും കൊള്ളുകയില്ല. എന്താ ഇയാളുടെ പേര്? ഞാൻ ദിനകരൻ. ഈ നാട്ടില് നിലയും വിലയുമുള്ള ഏക ബ്രോക്കറാ സാറേ ഞാൻ. തന്റെ കയ്യിൽ ഇപ്പൊ എത്ര പെമ്പിള്ളേരുണ്ട്? സാറിന് എത്ര പെമ്പിള്ളാരെ വേണം? കോളേജ് കുമാരിമാര്, പഠിത്തം കഴിഞ്ഞു നിൽക്കുന്നത്, സ്വത്തും പണവും ഉള്ള വലിയ വീട്ടിലെ പെമ്പിള്ളാര്. വലിയ വീട്ടിലെ പെമ്പിള്ളേർ ഇതിന് തയ്യാറാണോ? പിന്നെ പൈലറ്റ് സാറന്മാരെന്ന് കേട്ടപ്പോ തന്നെ പെമ്പിള്ളാരിലെ ഹാലിളവി നിൽക്കുമല്ലയോ സാറേ. എല്ലാത്തിനെയും കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ദിനകരനോട് പറ. ഓഹോ, അപ്പൊ ഈ കാശിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഓ, കാശൊന്നും ഒരു പ്രശ്നമല്ല സാറേ. സാർ എന്ത് കാശ് തീരുമാനിച്ചാലും അത് ഓക്കെ. അതെ, എപ്പോഴായിരിക്കും സൗകര്യം? ഈ തുരിശടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്കൊരു ഇറക്കം കറങ്ങാം. എന്താ? എല്ലാം സാറിന്റെ ഇഷ്ടം. പക്ഷെ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ സാറേ. മറ്റ് ബ്രോക്കർമാർ വരുമ്പോ സാറ് സഹകരിക്കരുത്. ഒക്കെ പറ്റില്ല. തന്നെയും തന്റെ പെമ്പിള്ളേരെയും കൈകാര്യം ചെയ്തിട്ട് മറ്റേത് കേസും ഞാൻ ഏറ്റെടുക്കൂ. അത് മതി സാർ, മതി. സുസിലിയേ, കെട്ടിയവന് കടം കയറിയപ്പം വിളിച്ചാ വിളിയും കേൾക്കാതായോ? എടി, കട്ടൻ കാപ്പി ആയില്ലയോ? എടി, എന്നാ അടുപ്പ് കത്തിച്ചില്ലയോ? വെള്ളം തിളച്ചില്ലയോ? കാപ്പിപ്പൊടി ഇല്ലയോ? കൈ കുരുവാണ്ടോ ഇച്ചിരി കാപ്പി ഇടാൻ? ചൊറിയാൻ തോന്നുമ്പോ ചൊറിഞ്ഞില്ല, പിന്നെ എന്നെ ആടി ഒരു സുഖം. തൊണ്ട നനത്താൻ ഇച്ചിരി കാപ്പി ആടി. ചൂടുവെള്ളത്തിൽ ഇച്ചിരി കാപ്പിപ്പൊടി രണ്ടു തുരിശിട്ട് തരാം, മതിയാ? അത് നിന്റെ അപ്പൻ വെടിക്കുഴി മാത്തന്റെ അണ്ണാക്കി കൊണ്ടുവച്ചോട്. അതിന് പാലാവരെ പോവണ്ടായോ? അതിന് എളുപ്പം നിങ്ങളുടെ അപ്പൻ കൊണ്ട് കൊടുക്കുന്നതാ. അങ്ങേരെ കാമ്പ് എടുത്ത സെമിത്തേരി കൊണ്ട് ഒഴിച്ചാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യും, ബാങ്കുകാരെന്നെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് കഞ്ഞിക്കലത്ത് തുരിശി അലക്കി നമുക്ക് 300 കൂടി സേവിച്ചേച്ച് എന്റെ അപ്പന്റെ കുഴി ചെന്ന് കിടക്കാം. അതാ നല്ലത്. ആ സത്ത പോടി അവിടെ. അപ്പച്ചാ, കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ഇനി പാല് തരില്ലെന്ന് പറഞ്ഞു. അപ്പച്ചാ, നാളെ മുതൽ പേപ്പറും വായിക്കണ്ട. അപ്പച്ചാ, ഈ റാഞ്ചി എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നതാ? റാഞ്ചലിന് പല പല അർത്ഥങ്ങളുണ്ട് മോനെ. പറമ്പി തീറ്റ തിന്നാൻ പോയ കോഴിക്കുഞ്ഞിനെ പരുന്ത് പറന്നു വന്ന റാഞ്ചി. പാലായിൽ പണ്ട് തുരിശടിക്കാൻ പോയ നിന്റെ അപ്പച്ചനെ നിന്റെ അമ്മച്ചി കണ്ണും കൈയും കാണിച്ച് റാഞ്ചി. പാങ്ങില്ലാതെ കാര്യം സാധിക്കാൻ സർക്കാർ ഓഫീസിൽ പോയവനെ ഉദ്യോഗസ്ഥന്മാര് പോക്കറ്റ് റാഞ്ചി. അതൊന്നും അല്ല അപ്പച്ചാ, വിമാനം റാഞ്ചി പേപ്പറിലുണ്ട്. ഇന്ത്യൻ വിമാനം റാഞ്ചി UAE ഇറക്കി. ഇന്ത്യൻ വിമാനം റാഞ്ചി സുസിലിയെ, കഞ്ഞിക്കലത്തി തുരിശേലക്കാൻ വരട്ടെ. ആരും അനങ്ങിപ്പോരുത്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്ത് കളയും. എല്ലാവരും ആയുധങ്ങൾ താഴെ ഇടുക. അതിന് ആരുടെ കയ്യിലും ആയുധങ്ങൾ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട.
എല്ലാവരും കൈകൾ ഉയർത്തി മുന്നോട്ട് വരട്ടെ. ഓടാനോ എതിർക്കാനോ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായി. അയ്യോ, ആരും ഓടൂല്ല. ഇത് ടാപ്പിംഗ് കത്തിയാണ്, നല്ല മൂർച്ചയാണ്. സ്വല്പം മാറ്റി പിടിക്കണേ. അയ്യോ താക്കോച്ചേട്ടാ, അവരൊന്നും ചെയ്യരുത്. എല്ലാത്തിനെയും നുറുക്കിക്കളയും ഞാൻ. എടാ തുമ്മക ഓടല്ലേ, എന്റെ തല പോകും. എന്നാലും എന്റെ തല പോകുന്നല്ലോ. ഇനി ആരും ഓടരുത്. തോട്ട മത്സരമല്ല. പുറകിലൊരു വേതാളവും താഴെ പാതാളവും. താക്കോച്ചേട്ടാ, അവര് ഒന്നും ചെയ്യരുത്. അതെന്ത് ന്യായം? ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ബന്ദികളെ വിട്ടയക്കാനോ? സാധ്യമല്ല. എന്താ ഡിമാൻഡ്? അത് പറയാം. അതിനു മുമ്പ് ഹെലികോപ്റ്റർ ഇവിടെ വരുത്തിച്ച ബൂർഷ്വാ മുതലാളിമാരും അത് കൊണ്ടുവന്ന പൈലറ്റുമാരൂടെ വരട്ടെ. അവര് വരുമോ? വരും, വരുത്തി തരാം. അയ്യോ അയ്യോ. ആ തുരിശി ചാക്കോ വെങ്കടി സാറിന്റെ കഴുത്തിൽ കത്തിയും വെച്ച് ഇപ്പൊ തട്ടിക്കളയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. എവിടെ അവിടെ എവിടെയാണ്? താ വണ്ടിയിലോട്ട് കയറ്. അടുത്തൊരു അമ്പലത്തിൽ പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ. വണ്ടിയിലോട്ട് കയറാൻ ഞാൻ ഓടിയത് വെറുതെ എന്റെ ജമ്മം പാടി. മാറിയ ചാക്കോ, അവരെ ഉപദ്രവിക്കരുത്. ഒരടി മുന്നോട്ട് വെക്കരുത്. തട്ടിക്കളഞ്ഞ കടും പറ്റി വെട്ടും. അടങ്ങി ചാക്കോ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഉണ്ട്. എന്റെ കൂടെ സമരം ചെയ്യാനുണ്ടായിരുന്ന എംബോക്കളെ നക്കാപ്പിച്ചു കൊടുത്ത് നിങ്ങൾ ഒതുക്കിയ പോലെ ഈ ചാക്കോയെ ഒതുക്കാൻ നോക്കണ്ട. പിന്നെ തനിക്ക് എന്നതാ വേണ്ടതെന്ന് പറ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മുതലാളിമാരെല്ലാരും ചേർന്ന് എനിക്ക് ഇതുപോലൊരു ഹെലികോപ്റ്റർ മേടിച്ചതാ. ഞാൻ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് തുരിശടിച്ചു തരാം. ആദ്യം താൻ അവരെ വിട്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അത് തൽക്കാലം വേണ്ട മുതലാളി. ആ പൈലറ്റുമാരൊന്നും വന്നോട്ടെ. അവന്മാരുമായിട്ട് ഈ ചാക്കോയ്ക്ക് സ്വല്പ കണക്ക് തീർക്കാറുണ്ട്. എന്താ അവൻ ഇളകി നിൽക്കുക. പൈലറ്റേ വാ. ചാക്കോ, ചാക്കോ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. ആദ്യം എന്നെ പരസ്യമായി തല്ലിയ ഈ ഹെലികോപ്റ്ററിന്റെ ഓണർ ആ കൂലിയെ എന്റെ മുമ്പിലോട്ട് പറഞ്ഞു വിടും. അവൻ പരസ്യമായിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ നമുക്ക് സന്ധി സംഭാഷണം. ഇല്ലെങ്കിൽ അവന്മാരെ അയ്യോ വേണ്ട, തൽക്കാലം റോബി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ പട്ടരെ അയാൾ കൊല്ലും. ചെല്ല്. വാടാ കൂലി വാ. ചാക്കോ, ചാക്കോട് ഞാനൊന്ന് ചാക്കോ തല്ലിയെങ്കിലും എനിക്കൊരു ദേഷ്യമില്ല. ചാക്കോ എന്റെ സ്വന്തം സഹോദരനെ പോലെ. ആണോ? എങ്കിൽ അടുത്ത് വാ സഹോദരാ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ. നിനക്കല്ല. നീ ഒന്ന് ചുമ്മാരടി സിസിലി. ഇവന്മാരെ കൊണ്ട് പരസ്യമായി മാപ്പി ഒഴിപ്പിച്ചിട്ട് എന്നെ മേക്കാര്യം. അല്ലയോ ജനസമൂഹമേ, ഞാൻ ഈ കൂലി കോപ്പനെ കൊണ്ട് ഹെലികോപ്റ്റർ മേളിലോട്ട് പറക്കും. എന്നിട്ട് അവന്റെ പാരച്യൂട്ട് എടുത്ത് ഞാൻ അരയിക്കെട്ടും. എന്നിട്ട് ഹെലികോപ്റ്ററിന്റെ മോട്ടോർ ഓഫ് ചെയ്ത് താക്കോല് താഴോട്ടിടും. ഞാൻ സേഫ് ആയിട്ട് പ്ലിസ്കോന്ന് ഭൂമിയിലേക്ക് ചാടും. ഇവന് ഹെലികോപ്റ്റർ ആകാശത്ത് കണ്ട പുക. അവിടെ അവിടെ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ പ്ലാൻ. മാപ്പ് പറയടാ. അടുക്കരുത്. ഇത് കണ്ടോ? മനുഷ്യ ബോംബ്. എന്നോട് കളിച്ചാൽ ഈ ഹെലികോപ്റ്റർ അടക്കം. അയ്യോ വേണ്ട, ബോംബൊന്നും വേണ്ട. ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ മാപ്പി ചോദിക്കാം. കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. വേണം. ഇവരെല്ലാരും കാണുക പരസ്യമായി കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. എല്ലാരും കാണുക പരസ്യമായി ഞാൻ കാല് പിടിച്ച് മാപ്പി ചോദിക്കുകയാണ്. ഒന്നും ചെയ്യരുത്. തലയ്ക്ക് സ്ഥിരമില്ലാത്തയാളാ. ധ്യാനത്തിലുണ്ട് കളാമേ. തലയ്ക്ക് സ്ഥിരമില്ലാത്ത നിന്റെ അപ്പനാടി. മനുഷ്യ എന്റെ അമ്മച്ചിന് കമ്പിളി എടുത്തോണ്ട് വെളുപ്പിനെ കെട്ടിയ ഇതിലായിരുന്ന മനുഷ്യ. ഇതിവിടെ കൊണ്ടൊന്നും തീരൂല. ഇതാണ് ഒട്ടുപാൽ റബ്ബർ ബോംബ്. അവന്റെ ഒരു ബോംബ്. അപ്പൊ ഇതാണല്ലേ ബ്രോത്തൽ ഹൗസ്? അതെ, വലിയ പേര് കേട്ടതാ. അത് സ്വാഭാവികം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അല്ലേ സാറിനെ പോലുള്ളവരെ ഞാൻ കൊണ്ടുവന്ന് കേട്ടു. മന്ത്രിമാർക്കും വലിയ വലിയ VIP-സിനൊക്കെ ബന്ധമുള്ള വീടാ. വാ വാ. എന്നാ ദിനകര താമസിച്ചേ? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വാ. മോളുടെ അമ്മാവനാ.
എല്ലാ കാര്യത്തിനും പുള്ളിക്കാരന് ഒരു മേൽനോട്ടം ഉണ്ടാകും ഇവിടെ. ഓഹോ. പട്ടാളത്തിലായിരുന്നു. വന്ന കാലിൽ ഇങ്ങനെ നിൽക്കാതെ മോനങ്ങോട്ടിരിക്കെ. റോബി മോന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പനും അമ്മയൊക്കെ? ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി. ഇപ്പോ ആരും ജീവിച്ചിരിപ്പില്ല. ഇത് ഞാൻ കേട്ടോ. നമ്മുടെ മോള് രക്ഷപ്പെട്ടു. അവളോട് പോരിടാൻ അമ്മായിയമ്മേ നാത്തൂനൊന്നും ഇല്ല. കൊച്ചുവർത്താനം പറഞ്ഞ നേരങ്ങളെ പാർട്ടിയെ കാണിക്കാൻ പറ. റോബി മോൻ എന്നതാ അതിനകരായി പറയുന്നേ? നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറയുമായിരുന്നു. സാറിന് പോവാൻ ധൃതി കൊണ്ടെന്നേ. അല്ല, കളിക്കാൻ പോയ ശമ്പളം എന്നാ തടയും? അതെ, ഒരു ചെറിയ പ്രശ്നം. എന്താ? കൊച്ചു സ്വല്പം ഉടക്കില്ല. ഓ, ചുമ്മാ പേടിച്ചിട്ടാ. പൈലറ്റ് എന്നൊക്കെ കേട്ടപ്പോ അവളൊക്കെ പേടിച്ചു പോയി. പ്രായക്കുറവിന്റെതാ. ഞങ്ങൾ അങ്ങ് നിർബന്ധിച്ചതുകൊണ്ട് സമ്മതിച്ചില്ല എന്ന മട്ടില അവള്. മോനൊരു തഞ്ചത്തിലും ഏനത്തിലും ഒക്കെ അങ്ങ് പെരുമാറിയ അവള് സമ്മതിക്കും, അത് ഉറപ്പാ. ഓക്കേ, ലെറ്റ് മീ ട്രൈ മൈ ബെസ്റ്റ്. അവള് ശോഭകേട് പറയുന്ന എന്റെ പേടി. മോളിക്കുട്ടി ഒന്നും പറയുകയില്ല. അവളെ അവൻ മെരിക്കും. കണ്ടാൽ അറിയാം അവൻ നല്ലൊരു പാപ്പാനാ. അയാൾ പാപ്പാനല്ല, പൈലറ്റാ മാമച്ചാച്ച. കുട്ടിയുടെ ജീവിതം പോലെ തന്നെ അപസ്തുതിയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇത്രയൊക്കെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഏത് സാഹചര്യത്തിലാണ് ആദ്യമായി, എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമായി കുട്ടി ഈ വഴിയിൽ കാലിടറി വീണത്? പറയൂ. എന്താ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ വ്യക്തമായി പറയാൻ എന്റെ മാന്യത എന്നെ അനുവദിക്കുന്നില്ല. ഐ എം റോബിൻസൺ ക്രൂസോ. കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തോടെ തന്നെയാണോ ഈ ഏർപ്പാട്? അല്ല, അപ്പച്ചനും അമ്മച്ചിയും നിർബന്ധിച്ചിട്ടാ. ഓ ഗോഡ്, സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും? സ്വന്തം അല്ലാതെ പിന്നെ അപ്പച്ചനും അമ്മച്ചി വാടക കിട്ടോ? മിസ്റ്റർ, എനിക്കൊരാളെ ഇഷ്ടമാണ്. മനസ്സൊരു പുരുഷനും ശരീരം പല പുരുഷന്മാർക്കും കൊടുക്കുക. What do you mean? Yes, I mean it. ശരീരം കൊണ്ടൊരു വേശ്യയാണെങ്കിലും മനസ്സുകൊണ്ട് അങ്ങനെ ആവാതിരുന്നത് നന്നായി. You scoundrel! അകത്താരാ പടക്കം പൊട്ടിക്കുന്നേ? എന്നതാ? അപ്പച്ച, ആരാ അയാള്? എന്തിനാ ഭ്രാന്തന്റെ മുറിയിലേക്ക് വിടുന്നത്? മോളെ, പൈലറ്റ് പെണ്ണുകാണാൻ വന്നതല്ല, അതുകൊണ്ട് എന്നെ കിട്ടുമെന്ന് അറിയാൻ വന്നതാ. ആരും ഞാനോ? തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് ഉപദേശിക്കാമെന്ന്. എന്റെ പാറയും മാതാവേ, എന്നതാ ഞാൻ കേട്ടത്? അടിക്കടായി കരിമന്തിയെ. പറയില്ലേ ഈപ്പച്ച, പൊന്നപ്പ, തങ്കച്ച, ഓടി വാടാ. ഇവനെ പിടിച്ച് കെട്ടണം ഇവിടെ. റോബി, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി ഇവിടെ വന്നിട്ടില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. അല്ല, എനിക്കിവിടെ ഒരു പെൺകുട്ടി ഇവിടെ ഒന്ന് സോറി പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. സോറി, വണ്ടിയിലോട്ട് കയറി റോബി. അല്ല, ഞാൻ വരാൻ പറഞ്ഞു.